അതിവൈകാരികമായ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഇപ്പോൾ. മാത്രമല്ല, നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കുഞ്ഞുങ്ങളെയും പ്രായം ചെന്നവരെയൊക്കെ തന്നെ അകത്തേക്ക് മുൻഗണനാക്രമത്തിൽ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കായിരിക്കും. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ എന്താണ് അവിടുത്തെ സാഹചര്യം എന്നറിയാൻ ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, അവിടെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇത്ര ആയിരക്കണക്കിന് ആളുകൾ, സാധാരണ നമ്മുടെയെല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തുന്ന അന്ത്യാഭിവാദ്യങ്ങൾ എത്തുന്ന ആളുകളുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ നമ്മുടെ കണക്കൂട്ടലുകൾ പിഴയ്ക്കുകയാണ്. അബോധപൂർവമായ ജനത്തിരക്ക്. എന്നാൽ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എന്താണ് സ്ഥിതി? SKN ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് വലിയ ജനപ്രവാഹമായിരുന്നു. ഇതുവരെ VS-ൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ CPIM പ്രവർത്തകരെ കൊണ്ട്, VS-നെ ആരാധിക്കുന്ന ജനങ്ങളെ കൊണ്ട്, VS-നെ സ്നേഹിക്കുന്ന ജനങ്ങളെ കൊണ്ട് ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ പരിസരമാകെ നിറഞ്ഞു എന്ന് മാത്രമല്ല, നീണ്ട ക്യൂ ആണ്. ഒരു നിര മാത്രമല്ല, പല നിരകളായി മനുഷ്യർ കിലോമീറ്ററുകളോളം ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയക്രമം എന്തായാലും ഇവിടെ പാലിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. വിലാപയാത്ര ഇപ്പോൾ DC ഓഫീസിൽ നിന്ന്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാലും ആയിരക്കണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെയുണ്ട്. അവർക്കെല്ലാം അന്ത്യാഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊതുദർശന ചടങ്ങുകളൊക്കെ വെട്ടിക്കുറച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ വെട്ടിക്കുറയ്ക്കുമോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിത്രഞ്ജൻ MLA ഒരു അറിയിപ്പ് വന്നിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ, അതായത് നേരത്തെ മുതൽ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർക്കായിരിക്കില്ല ആദ്യം ഈ പൊതുദർശനത്തിനുള്ള അവസരം ലഭിക്കുക. അത് പുറത്ത് ക്യൂ മണിക്കൂറുകളായി രാവിലെ മുതൽ ക്യൂ നിൽക്കുന്നവർക്കായിരിക്കുമെന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെയും ആദരാഞ്ജലി അർപ്പിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ. മന്ത്രിമാരുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്, വിവിധ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുണ്ട്. അങ്ങനെ വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ബീച്ച് റിക്രിയേഷൻ ായിരിക്കും പിന്നീട് വലിയ ചുടുകാട്ടിലേക്ക് VS-ൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അവിടെ VS-ൻ്റെ ഭൗതിക ശരീരം അതിൻ്റെ പുന്നപ്ര വയലാർ സ്മാരക മന്ദിരത്തിൻ്റെ, പുന്നപ്രയിലെ ആ സ്മാരക മന്ദിരത്തിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. അവിടെ സ്മാരക മന്ദിരം ഉയരുമോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. അവിടെയാണ് VS-ൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മണ്ണിലേക്കാണ്, VS-ൻ്റെ പേരിലുള്ള മണ്ണ് തന്നെയാണ്. 40 സെൻറ്റ് സ്ഥലം 1957 EMS സർക്കാർ, അന്ന് CPI-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന V.S. അച്യുതാനന്ദൻ്റെ പേരിൽ 40 സെൻറ്റ് സ്ഥലം ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി എഴുതി വച്ചിരുന്നു. ആ സ്ഥലത്താണ്, സ്വന്തം പേരിലുള്ള ആ സ്ഥലത്താണ് VS അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ആ സ്ഥലത്ത് VS-ൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ എത്രയോ പേർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുന്നപ്ര രക്തസാക്ഷികൾ തന്നെയാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഈ പുന്നപ്രയിലെ ആ വലിയ ചുടുകാട്. അവിടേക്ക്, ഈ ആലപ്പുഴയിലെ വലിയ ചുടുകാട്, അവിടേക്ക് VS അവസാനമായി എത്തുകയാണ്. പ്രിയപ്പെട്ട സഖാക്കൾക്കൊപ്പം അന്ത്യവിശ്രമത്തിനായി അവിടെ സഖാവ് P. കൃഷ്ണപിള്ള, സഖാക്കളുടെ സഖാവ് എന്നറിയപ്പെടുന്ന VS-നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുള്ള സഖാവ് P. കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അവിടെയാണ് TV തോമസ് ഉള്ളത്, അവിടെയാണ് സഖാവ് പുന്നൂസ് ഉള്ളത്, ജോർജ് ചടയമുറി ഉള്ളത്. അങ്ങനെ നിരവധി സഖാക്കൾ, VS-ന് ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. അവിടെയാണ് KR ഗൗരിയമ്മയെ സംസ്കരിച്ചത്. അങ്ങനെ ഈ VS-മായി ബന്ധപ്പെട്ടിരുന്ന VS-ൻ്റെ സഖാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തേക്ക്, അവിടെ
വി എസ് വീണ്ടും എത്തുകയാണ്. വി എസ് ഇത്തവണ അവിടെ വി എസിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് ഈ സ്ഥലത്താണ് എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കരികിൽ പി കൃഷ്ണപിള്ളയ്ക്കരികിൽ ജോർജ് ചടയമുറി, ടി വി തോമസ്, കെ ആർ ഗൗരിയമ്മ അങ്ങനെ തുടങ്ങി നിരവധി നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്കാണ് വി എസിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇന്നോളം ഈ സ്ഥലം കണ്ടിട്ടില്ലാത്ത, ആലപ്പുഴ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു വലിയ യാത്രയപ്പാണ്. പുറത്ത് ഈ മഴ പെയ്യുമ്പോഴും ജനങ്ങൾ വലിയ സങ്കടക്കടലിലാണ്. ആ സങ്കടക്കടൽ അവസാനിക്കുന്നില്ല. അവരിപ്പോഴും കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മുദ്രാവാക്യം മാറ്റൊലി പോലെ ഇവിടെ ഉയരുകയാണ്. തൊട്ടപ്പുറത്ത് കടലാണ്. ആ കടൽ തിരമാലകൾ ആർത്തലച്ച് വരികയാണ് തൊട്ടപ്പുറത്തുള്ള കടലിൽ. അതുപോലെ ഒരു മനുഷ്യ സാഗരം ആർത്തലച്ച് വരികയാണ് ഇവിടെ ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപം. അങ്ങനെ ആ കടലിൽ തിരമാലകൾ അലയടിച്ചുയരുമ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ ഓർമ്മകളുടെ തിരമാലകൾ, വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ തിരമാലകളായിരിക്കാം അലയടിക്കുന്നത്. പലർക്കും അത്തരത്തിലുള്ള ഓർമ്മകൾ വി എസുമായി ബന്ധപ്പെട്ട എത്രയോ പേർക്ക് അത്തരത്തിലുള്ള ഓർമ്മകൾ ഉണ്ടാകാം. ഇനി വി എസുമായി നേരിട്ട് അത്തരത്തിൽ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയാത്തവർക്ക്, അവർക്ക് അല്ലാതെ തന്നെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വി എസിൻ്റെ ഇടപെടൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അത് കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് വി എസ് എന്ന ആ രണ്ടക്ഷരം ശരിയുടെയും സമരത്തിൻ്റെയും പ്രതിരൂപമായിരുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൻ്റെ പ്രതിരൂപമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അവസാനമായി ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കരികിലേക്ക് അദ്ദേഹം എല്ലാ വർഷവും തുലാം 10 എത്താറുണ്ട്. തുലാം 7 വെടിവെപ്പ് അതിന് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം നടക്കുന്നത് തുലാം 10 ഇവിടെ സാധാരണഗതിയിൽ ഒക്ടോബർ 26 ഇതെങ്കിൽ ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം സാധാരണ നടത്തുന്നതെങ്കിലും ഈ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അവർ അതിനെ മലയാള മാസം ചേർത്താണ് പറയാറുള്ളത്, തുലാം 10. അങ്ങനെ എല്ലാ തുലാം 10 ഇവിടേക്ക് എത്താറുള്ള വി എസ് അച്യുതാനന്ദൻ, ഇവിടെ അദ്ദേഹമാണ് സാധാരണ ദീപശിഖ, പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട ദീപശിഖ കൈമാറാറുള്ളത്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ചികിത്സയിലായതിനു ശേഷമുള്ള 3 വർഷക്കാലം മാത്രമാണ് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് നിന്നത്. ലോകത്തെവിടെയായാലും വി എസ് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണം മറക്കാറില്ല. കാരണം നേതൃത്വം നൽകിയിട്ടുള്ള വി എസ് ഈ പുന്നപ്ര വയലാർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സായുധ പരിശീലനവുമായി ബന്ധപ്പെട്ടൊക്കെ സുപ്രധാന നേതൃത്വം വഹിച്ചിരുന്നയാളാണ് വി എസ് അച്യുതാനന്ദൻ. 23-ാം വയസ്സിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട നായകരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് തന്നെ ഇവിടുത്തെ തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുമായിരുന്നു. തന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഈ പുന്നപ്രയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. CP-യുടെ പട്ടാളം പോലീസും കൊന്നൊടുക്കിയത് തൻ്റെ പ്രിയപ്പെട്ടവരെയാണ് എന്നറിയാവുന്ന വി എസ് ഓരോ വർഷവും ഇവിടെ ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിന് 9-ാം തീയതി മാരാരിക്കുളം വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട രക്തസാക്ഷി ദിനാചരണമാണ്. അതിൽ പങ്കെടുത്ത ശേഷമാണ് 10-ാം തീയതിയിൽ കൂടി വി എസ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക. അങ്ങനെ വി എസിനെ സംബന്ധിച്ച് വൈകാരികമായ ബന്ധമുള്ള ഒരു മണ്ണാണിത്. ആ മണ്ണിലേക്കാണ് വി എസ് അന്ത്യവിശ്രമത്തിനായി പോകുന്നത്. ആ മണ്ണിലാണ് വി എസിനെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് ഏതായാലും ഈ സമയക്രമം ഇപ്പോഴും ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ വലിയ ജനസാഗരം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്, സാംസ്കാരിക നായകരുണ്ട്. ഇവരൊക്കെയും വി എസിനെ അവസാനമായി ഒരു നോക്കുകൂടി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. വി എസിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്ര അങ്ങനെയുള്ള ജനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എത്രയോ തവണ വി എസുമായി ബന്ധപ്പെട്ട് വിമർശനത്തിന് വിധേയമായിട്ടുള്ളവർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നാണ് ദിലീപ് കുമാർ വിവരങ്ങൾ നൽകിയത്. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ തന്നെ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഏതാനും സമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ ഈ കാണുന്ന ജനക്കൂട്ടത്തെ എങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ജനബാഹുല്യം
ഒരിക്കലും അവസാനിക്കാത്ത ജനക്കൂട്ടമാണ് അവിടെ എത്തിയിട്ടുള്ളത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ അകത്തും പുറത്തും വലിയ ജനക്കൂട്ടം ഇങ്ങനെ ഊഴം കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രായമുള്ളവരെയും അതേപോലുള്ള കുട്ടികളെയും ഒക്കെ തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാൻ അനുവദിച്ച് വോളണ്ടിയർമാർ സമയം ലാഭിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അവർക്കൊരു മുൻഗണന കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ആളുകൾ ദർശനം നടത്തി കടന്നു പോകുന്നു എങ്കിൽ പോലും ഈ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് അവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആളുകൾ കണ്ട് മടങ്ങും തോറും കൂടുതൽ ആളുകൾ വരുന്ന കാഴ്ചയുണ്ട്. ചെറിയ കുട്ടികളെയൊക്കെ ദൃശ്യത്തിൽ കാണാം. ഇവരൊക്കെ തന്നെ ഈ ആൾക്കൂട്ടത്തിൽ പ്രായമുള്ള ആൾക്കാരോടൊപ്പം വന്നവരാണ്. ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളില്ലാതെ അവസാനിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരൊക്കെ തന്നെ അത്യന്തം ജാഗ്രത പുലർത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ പ്രിയങ്കരനായ സഖാവിനെ ഒരു നോക്ക് കാണുക എന്ന് പറയുന്ന ജീവിത ലക്ഷ്യമായി കണ്ട ആളുകളാണ് അവർ. ചിലപ്പോഴൊക്കെ ഒരിക്കലും അദ്ദേഹത്തെ നേരിട്ടേ കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടാകും. VS അച്യുതാനന്ദൻ എന്ന പേര് പോലും കേൾക്കാത്ത ആളുകൾ ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഈ ഭൗതിക ശരീരം അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് വാഹനത്തിൽ കയറ്റി എപ്പോഴാണ് ഈ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുക? അവിടെ VSനെ കാണാനും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും കണ്ണീർ പൂക്കൾ സമർപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഏകദേശം ഇപ്പോൾ തന്നെ നിറച്ച ആളുകളുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അവിടേക്ക് ഈ ഭൗതിക ശരീരം എത്തുന്നതോടെ കൂടുതൽ ആളുകൾ ആർത്തലച്ചെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ? VS എന്ന് പറയുന്ന മുന്നണി പോരാളി, പടയാളി എല്ലാ കണക്കൂട്ടലുകളും നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര കൂടുതൽ ജനങ്ങൾ ഇരച്ചെത്തുകയും ഇത്ര കൂടുതൽ ആളുകളുടെ ആരവം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സമയക്രമം പാലിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കീറാമുട്ടിയായി ഇപ്പോൾ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് മുന്നിലുള്ളത്.